ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ചിരട്ട കൊണ്ട് ഹാങ്ങിങ് പ്ലാന്റർ ഉണ്ടാക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ആൻഡ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ചിരട്ട നന്നായിട്ട് സാൻഡ് ചെയ്യണം. നന്നായിട്ട് സാൻഡ് ചെയ്തിട്ട് സ്മൂത്താക്കി എടുക്കണം ആദ്യം. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ചിരട്ട എടുക്കണ സമയത്ത് ചിരട്ടയുടെ രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ അടിയിൽ കണ്ണുള്ള ഭാഗം എടുക്കണം. ഇങ്ങനെ 3 കണ്ണുള്ള ഭാഗം വേണം നമ്മൾ എടുക്കാനായിട്ട്. കാരണം നമുക്കവിടെ ഹോൾസ് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ചെടിയിൽ നനയ്ക്കണ സമയത്ത് ആ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ കെട്ടി നിൽക്കില്ല. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് സാൻഡ് ചെയ്തിട്ട് എടുക്കാം. സാൻഡ് പേപ്പർ ഇല്ലാത്തവർ കത്തി വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ സാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാർണിഷ് അടിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. സാൻഡിങ് പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഹാങ്ങിങ് പ്ലാന്റർ ഉണ്ടാക്കാനുള്ള കയറാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഈ ജൂട്ട് ത്രെഡാണ്. അത് വളരെ തിന്നായിട്ടുള്ള ലെയർ ആയത് കാരണം ഞാൻ ഒരു സൈഡിൽ തന്നെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 സ്ട്രാൻഡ്സ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ലെങ്ത് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ ആദ്യം എടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ 4 സ്ട്രാൻഡ്സാണ്, അതായത് ലെയേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 1, 2 അതേ ലെങ്ത്തിൽ തന്നെ എടുക്കുക. എന്നിട്ട് 3, 4. അപ്പോൾ നമ്മൾ 4 ലെയേഴ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് വരും. അങ്ങനെ നമുക്ക് 4 സൈഡ് വേണം മൊത്തത്തിൽ. അപ്പോൾ നമുക്കിതിവിടെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരേ ലെങ്ത്തിൽ 16 സ്ട്രാൻഡ്സ് വേണം എടുക്കാനായിട്ട്. 16 ലെയേഴ്സ് വേണം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. മേലെയും താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. താഴെയും ഇതേപോലെ കട്ട് ചെയ്ത് അപ്പോൾ കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. 1, 2, 3, 4 4 എണ്ണം ഒരു സൈഡിൽ വരും. അപ്പോൾ 1 ഇതേപോലെ തന്നെ 4 എണ്ണം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 4 ഇതാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് വളരെ തിന്നായതുകൊണ്ടാണ് നമ്മൾ 4 ലെയർ എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയർ എടുക്കാം, അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഒരു കയർ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ലെയർ എടുത്താലും മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 എണ്ണം കൂടിയിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിവിടെ ഒരു നോട്ട് ചെയ്യാം. 4 ഓക്കെ. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഒരു നോട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ചിരട്ട ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ചിരട്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 4 സൈഡിലേക്ക് ആക്കിയിട്ട് വയ്ക്കാം. കണ്ട, എന്നിട്ട് ടൈറ്റായിട്ട് ഇതിനെങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക. ലെയർ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഓക്കെ. അപ്പോൾ എനിക്ക് ഇത്രയും ഇത് മതി. അതിന് വേണ്ടിയിട്ട് ഇത്രയും ലെങ്ത് മതി. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ
ഇത്രയും ലെയേഴ്സായിട്ട് കാണുന്നില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മുടി പിന്നുന്ന പോലെ ഇത് പിന്നിയെടുക്കാം. അപ്പോൾ അതിന് ഏകദേശം ഒരു യൂണിഫോമായിട്ട് കണ്ട ഇങ്ങനെ വരുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് എനിക്ക് ഇത്ര ലെങ്ത്ത് മതി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ്ലി ചുറ്റി കൊടുക്കുക. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിന്നിടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇപ്പം നമ്മൾ ഈ ചുറ്റുന്ന പോലെ തന്നെ ആ എല്ലാ ലെയേഴ്സും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ചുറ്റിയാലും മതി. ഇങ്ങനെ ചുറ്റിയെടുക്കുക, ഇതിവിടെ കട്ട് ചെയ്യുക, എന്നിട്ട് നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ശരിയായല്ലോ. ഒന്നും കൂടി നോട്ട് ചെയ്തു, ഒരു തവണയും കൂടി നോട്ട് ചെയ്തു. എക്സ്ട്രാസ് കട്ട് ചെയ്ത് കളയാം, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് ഹോളാക്കണം കേട്ടോ. സിമ്പിളാണ് ഹോളാക്കാനായിട്ട്. ഒരു ഹോൾ ഇട്ടാലും മതി. നമ്മുടെ 4 ലെയറായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ പ്ലാന്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ ഗാർഡൻ ഡെക്കർ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.